ഉസ്താദ് സാക്കിർ ഹുസൈൻ അന്തരിച്ചു. സംഗീത ലോകത്തിനൊന്നാകെ ഒരു വലിയ നഷ്ടം തന്നെയാണ്. തബലയിലൂടെ മാന്ത്രികത നമുക്ക് കാട്ടിത്തന്ന വലിയ കലാകാരൻ. വിവരങ്ങളുമായിട്ട് നിതിൻ തോമസ് ചേരുന്നുണ്ട്. നിതിൻ, സംഗീത ലോകത്തിനൊന്നാകെ വലിയൊരു നഷ്ടമാണ് ഉസ്താദ് സാക്കിർ ഹുസൈൻ്റെ ഈ വിടവാങ്ങലോടുകൂടി. വിശദാംശങ്ങൾ പറയും. തീർച്ചയായിട്ടും ജയലക്ഷ്മി, വളരെ വലിയൊരു നികത്താനാകാത്തൊരു വിടവ് സംഗീത ലോകത്തിന്, ഇന്ത്യൻ സംഗീത ലോകത്തിന് ആയിരിക്കുകയാണ്. ഇപ്പോൾ ഒരു ഔദ്യോഗികമായിട്ട് അദ്ദേഹം മരണപ്പെട്ടു എന്നുള്ളൊരു വാർത്ത നമ്മളിലേക്ക് വരികയാണ്. ജയലക്ഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു ശുഭവാർത്താ ദിനം നേർന്നുകൊണ്ട് തുടങ്ങേണ്ട നമുക്ക് ഇത്തരത്തിലൊരു സക്കീർ ഹുസൈൻ മരിച്ചു എന്നുള്ള വാർത്ത, അദ്ദേഹം ഇനി ഈ ഇന്ത്യൻ സിനിമാ ലോകത്ത് അല്ലെങ്കിൽ ഇന്ത്യൻ സംഗീത ലോകത്ത് അദ്ദേഹം ഇല്ല എന്നുള്ളൊരു വാർത്ത നൽകിക്കൊണ്ട് നമുക്ക് തുടങ്ങേണ്ടി വരുന്ന ഒരു അവസ്ഥ, അത് തന്നെയാണ് എനിക്കും പറയാനുള്ളത്. ഈ ഇന്ത്യയിലെ പ്രശസ്ത തബല വിദ്വാൻ എന്നതിൽ അപ്പുറം ഈ ഒരു സംഗീതത്തിലെ ഉപകരണം ഉപയോഗിച്ച്, അല്ലെങ്കിൽ പലരും പല സംഗീത ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നവരാണ്, അത് ഉപയോഗിച്ച് ഇത്രയേറെ ഒരുപാട് അവസരങ്ങൾ കണ്ടെത്താമെന്ന് കാണിച്ചു തന്ന ഒരു വ്യക്തി കൂടിയായിരുന്നു ഈ സക്കീർ ഹുസൈൻ എന്ന് പറയുന്നത്. സക്കീർ ഹുസൈൻ 1951 മാർച്ച് 9 ഇദ്ദേഹം ജനിക്കുന്നത്. പ്രശസ്ത സംഗീതജ്ഞനായ, ഇന്ത്യയിലെ വളരെ പ്രശസ്തനായ ഒരു സംഗീതജ്ഞനായ അള്ളാ റക്കയുടെ മകനായിട്ടാണ് ഇദ്ദേഹം 1951 മാർച്ച് 9 മുംബൈയിൽ ജനിക്കുന്നത്. പിതാവ് തന്നെയായിരുന്നു ഇദ്ദേഹത്തിൻ്റെ ഒരു മെൻറ്റർ എന്ന് പറയേണ്ടത്. അല്ലെങ്കിൽ സംഗീത ലോകത്തിലേക്ക് ഇദ്ദേഹം കടന്നു വരുന്നത് പിതാവിലൂടെ തന്നെയായിരുന്നു. 12ാമത്തെ വയസ്സ് മുതൽ നമ്മളൊക്കെ പിച്ച വെച്ച് തുടങ്ങി, അല്ലെങ്കിൽ അതിനുശേഷം ഒന്നും അറിയത്തില്ല എന്നൊക്കെ പറഞ്ഞു നിൽക്കുന്ന പ്രായം മുതൽ ഇദ്ദേഹം സംഗീതത്തിൻ്റെ ലോകത്തിലേക്ക് കടന്നു വരികയാണ്. ഇദ്ദേഹത്തിൻ്റെ അച്ഛനും ഇതുപോലെ തന്നെ ഒരു തബല വിദ്വാനായിരുന്നു. അദ്ദേഹമാണ് ഇദ്ദേഹത്തിനെ തബലയിലേക്ക് കൊണ്ടുവരുന്നത്. ഇദ്ദേഹവും അത്തരത്തിലൊരു തബല വിദ്വാനായി മാറുകയാണ്. 12ാമത്തെ വയസ്സ് മുതൽ ഇദ്ദേഹം ഈ സംഗീത ലോകത്തിലേക്ക് കടന്നു വരുന്നു. അതിനുശേഷം 1987 സാക്കിർ ആദ്യമായിട്ടൊരു സോളോ ആൽബം, തന്നെത്താൻ ചെയ്ത ഒരു ആൽബം പുറത്തിറക്കുന്നു. അത് ഒരുപാട് ഖ്യാതി നേടുന്നു. ഈ ഒട്ടനവധി ഇന്ത്യയിലുടനീളവും ഇന്ത്യക്ക് പുറത്തുമെല്ലാം ഖ്യാതി നേടുന്നു. അതിലൂടെയാണ് ഇദ്ദേഹത്തിൻ്റെ ലോകം ഇത്രയേറെ നമുക്ക് ഒരുപാട് തലത്തിലേക്ക് ഇത് കൊണ്ടുപോകാം എന്നുള്ളൊരു മറ്റുള്ളവരിലേക്കും എത്തുന്നത്. അതുപോലെ തന്നെ സംഗീതോപകരണങ്ങളിൽ അദ്ദേഹം നവീനമായ രീതികൾ എങ്ങനെ സൃഷ്ടിക്കാം, അതായത് ഈ ഒരു സംഗീതോപകരണം അല്ലെങ്കിൽ ഒരു സംഗീത നിശയ്ക്ക് ഇദ്ദേഹം ഇത് വായിക്കുന്നു, അല്ലെങ്കിൽ ഒരു പാട്ടിന് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കായിട്ട് ഇത് വായിക്കുന്നു എന്നതിലുപരി ഇതിലെന്ത് വ്യത്യസ്തതകൾ കൊണ്ടുവരാം എന്നതിലായിരുന്നു ഇദ്ദേഹത്തിനെ ഇന്ത്യൻ സംഗീത ലോകം ഇദ്ദേഹത്തിനെ അടയാളപ്പെടുത്തിയത്. അതിന് ഉദാഹരണമായിരുന്നു ഈ ഹിന്ദുസ്ഥാനി സംഗീതത്തിലായിക്കോട്ടെ, ശാസ്ത്രീയ സംഗീതത്തിലായിക്കോട്ടെ, അല്ലെങ്കിൽ ജാസ് ഫ്യൂഷനിലൊക്കെ ഈ തബല എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ള അദ്ദേഹം പുതിയ രീതികൾ കണ്ടെത്തുകയും അതിലേക്ക് വരികയും, അതുപോലെ തന്നെ ഒട്ടനവധി അവാർഡുകൾ ഇത്തരത്തിൽ മുന്നേറി വന്നതുകൊണ്ട് തന്നെ ഒട്ടനവധി അവാർഡുകൾ നൽകി നമ്മുടെ രാജ്യം ഇദ്ദേഹത്തെ അനുസ്മരിച്ചിട്ടുണ്ട്. ഇന്നലെ